താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ ആ വിഷയത്തിൽ എടുക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന MLA ഒരു സാധാരണ പൊതുപ്രവർത്തനമല്ല, ഒരു MLA ആണ്, ജനപ്രതിനിധിയാണ്, എടുക്കുന്ന നിലപാടിനെ? ശ്രീ മൻസൂർ, താങ്കൾക്ക് പറയാം. നമസ്കാരം. നമസ്കാരം സാറേ, ഞാൻ ഡൗട്ടോടിക്കാണ് വിളിക്കുന്നത്. ഇതുപോലത്തെ കേസ് നമ്മളെ മുകേഷ് MLA ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? മുകേഷ് MLAക്ക് ഇതുപോലത്തെ അല്ല, ഇതിന് സമാനമായ മറ്റൊരു കേസ് ഉണ്ട്. ഇതുപോലത്തെ കേസ് പെൺ കേസ് ഉണ്ടായിരുന്നു അല്ലേ? FIR ഇട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അറിയാലോ? അതെ. ഇതുപോലത്തെ ഒരു ചർച്ച ഒന്ന് വെച്ചിരുന്നോ? എത്രയോ തവണ മുകേഷിന്റെ വിഷയത്തിൽ ഇതുപോലത്തെ ഒരു കോളിംഗ് ചർച്ച താങ്കൾ വെച്ചിരുന്നോ? താങ്കൾ ഒരു കാര്യം ചെയ്യൂ ശ്രീ മൻസൂർ, ഞങ്ങളുടെ നിയമം ശ്രീ മൻസൂർ കേൾക്കൂ. അല്ല മൻസൂർ, താങ്കൾ പറഞ്ഞ ആരോപണത്തിന് മറുപടി പറയണമല്ലോ, അത് കേൾക്കൂ. താങ്കൾ ഒരു കാര്യം ചെയ്യൂ, നേരെ ന്യൂസ് 18 ചാനലിന്റെ യൂട്യൂബിലേക്ക് കയറൂ. യൂട്യൂബിൽ കയറിയിട്ട് താങ്കൾ മുകേഷ് പ്ലസ് കേസ് എന്ന് പറഞ്ഞൊന്ന് സെർച്ച് ചെയ്യും. താങ്കൾ കേൾക്കൂ, ബഹളം വെക്കാതെ. ഞാൻ ഇങ്ങോട്ട് പറയുമ്പോൾ അങ്ങോട്ടോട് കേൾക്കണ്ടേ? അത് സെർച്ച് ചെയ്യൂ. സെർച്ച് ചെയ്തിട്ട് ഞങ്ങൾ എവിടെയും മുകേഷിന്റെ വിഷയം ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് താങ്കൾ പറഞ്ഞെങ്കിൽ താങ്കൾ പറഞ്ഞ എല്ലാ അഭിപ്രായവും അംഗീകരിക്കാൻ തയ്യാറാണ്. ഇതൊന്നും ഞങ്ങൾ മായ്ച്ചു കളഞ്ഞിട്ടില്ല, ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. ഒരു മിനിറ്റ് സാർ, താങ്കൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഇത്ര ശുഷ്കാന്തിയിൽ താങ്കൾ ചർച്ച ചെയ്തിട്ടുണ്ടോ? ഓരോ കേസിന്റെയും പുറത്തു വന്ന വിവരങ്ങളുടെ മെറിറ്റ് അനുസരിച്ചാണ് മുകേഷിനെതിരെ ഉന്നയിച്ച ആരോപണത്തിന്റെ 1000 മടങ്ങ് ഗൗരവമുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. അതിന് യാതൊരു സംശയമില്ല. മുകേഷിനെതിരെ ഉന്നയിച്ച ആരോപണം തെറ്റാന്നല്ല ഞാൻ പറയുന്നത്, അതിനേക്കാൾ ഗൗരവമുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ഇല്ല സാർ, എല്ലാവരും സ്ത്രീകളും പുരുഷന്മാരും അതൊക്കെ ആയിരിക്കും, പക്ഷെ ഓരോ ആരോപണത്തിന്റെ സ്വഭാവം അനുസരിച്ചല്ലേ. എന്നിട്ട് പോലും ചർച്ച ചെയ്തു. ഞങ്ങൾ ആരും മുകേഷിനെ ന്യായീകരിക്കാൻ നിന്നിട്ടില്ല. അല്ല സാർ, ഒരു മിനിറ്റ്. ന്യൂസ് 18ന്റെ ഫേസ്ബുക്ക് പേജിൽ ഓരോ 5 മിനിറ്റ് ഇടവിട്ടും ന്യൂസ് കൊടുക്കുന്നുണ്ട് ഇല്ലേ? ഇതുപോലത്തെ മുകേഷിന്റെ കേസ് താങ്കൾ ഇതുപോലെ കൊടുത്തിരുന്നോ ഇല്ലയോ എന്റെ ചോദ്യം. ഞാൻ പറഞ്ഞല്ലോ മൻസൂർ, വളരെ വ്യക്തമായും മുകേഷിനെതിരെ ഉയർന്ന ആരോപണത്തെക്കാൾ ആളുകൾക്ക് ബോധ്യമുള്ള ആരോപണമാണിത്. ആളുകൾക്ക് പുറത്തു വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ അതിനേക്കാൾ അതീവ ഗൗരവമായ ആരോപണമാണിത്. അതുകൊണ്ട് സ്വാഭാവികമായും ഈ വിഷയത്തിൽ ഗൗരവം കൂടും. സ്ത്രീയും പുറത്തു എല്ലാ കൊലപാതകങ്ങളെ ഒരുപോലെയല്ല ചർച്ച ചെയ്തത്. ചില കൊലപാതകങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യും, ചില കൊലപാതകങ്ങൾ കുറച്ച് ചർച്ച ചെയ്യും. അതൊക്കെ പുറത്തു വരുന്ന വിവരങ്ങളുടെ ഗൗരവത്തിന്റെ അടിസ്ഥാനത്തിലാണ്. താങ്കൾ ക്ഷമ കാണിക്കൂ. അദ്ദേഹം ചെയ്ത് തെറ്റാണ്, ഞാൻ ന്യായീകരിക്കുന്നില്ല. അദ്ദേഹം രാഹുൽ മാങ്കൂട്ട MLA ചെയ്തത് തെറ്റാണ്, ഞാൻ ന്യായീകരിക്കുന്നില്ല. ബട്ട് സാർ, ഒരു കാര്യം സാർ, ആ ഒരു പെൺകുട്ടി അതിജീവിത പ്രായപൂർത്തിയായതാണ്, സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളാണ്, അത് മാത്രമല്ല എഡ്യൂക്കേറ്റഡ് ആണ്. ഇത് മൂന്നുമാണ്. ഒരു കുട്ടിയെ ഒരു വട്ടം പീഡിപ്പിക്കുക അല്ലെ? നമ്മൾ ശ്രീ മൻസൂർ, അത് അങ്ങനെ പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഇടപെടുന്നത്. ഒരു വട്ടമായാലും 1000 വട്ടമായാലും അതെല്ലാം കേസ് ദൈവത്തിന് മുന്നിൽ തെറ്റ് തന്നെയാണ്. 18 സെക്കൻഡ് നോക്കിയാൽ കേസെടുക്കുന്ന രാജ്യത്തെ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചത് ഒരു MLA ഫസ്റ്റ് തവണ പീഡിപ്പിച്ചവരെ നമ്മളെ കോടതിയിലെ കേസിലെ എന്തുകൊണ്ടാണ് പരാതിക്ക് പോയില്ല? പരാതിക്ക് പോകാൻ ആ പെൺകുട്ടിയെ അയാൾക്കൊപ്പം ജീവിക്കാമെന്ന് കരുതി കാണും. അയാൾ അങ്ങനെ വാഗ്ദാനം ചെയ്താണ് നിർത്തിയിരുന്നത്. ഈ നാട്ടിൽ എത്രയോ പേര് ഒടുവിൽ അവൾ ചതിക്കപ്പെടുകയാണ്, തിരിച്ചറിയപ്പെടുകയായിരിക്കും പരാതിക്ക് പോയത്. അതെങ്ങനെ അറിയാൻ കഴിയും നമുക്ക്? രാഹുൽ മാങ്കൂട്ടത്തിൽ അയാൾ ഒരു MLA ആണ്. ഒരിക്കലും ഒരു പൊതുപ്രവർത്തകന് ഇങ്ങനെ ചെയ്യാൻ അധികാരമില്ല. എല്ലാവർക്കും വഴികാട്ടിയാവേണ്ട രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യാൻ അധികാരം. ബട്ട് സാർ, ഒരു മറ്റു കാര്യങ്ങൾ ചിന്തിക്കണം സാർ. ഒരു എഡ്യൂക്കേറ്റഡ് ആണ്, വിദ്യാഭ്യാസമുണ്ട്, എല്ലാം ഉണ്ട്. ഇതെല്ലാം പറഞ്ഞിട്ടും ഒരു തവണയല്ല, 2 തവണയല്ല, 3 തവണ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അങ്ങോട്ട് പോയി കാണുന്നു. സാർ, ഞാൻ കുറ്റപ്പെടുത്തിയതല്ല, എന്നിട്ടും അവർ പറയുന്നു ബലാത്സംഗം ചെയ്തു. സാർ, ഇത് എങ്ങനെയാണ് സാർ ബലാത്സംഗം? വിവരം പറഞ്ഞോട്ടെ. സൂര്യനെല്ലി കേസ് ഉണ്ടായപ്പോഴും സമൂഹത്തിലെ ചിലരൊക്കെ ചോദിച്ചതാണ്. സൂര്യനെല്ലി കേസ് പോലെയാണ് സാർ, അത് ബലാത്സംഗമാണ്. ആ കുട്ടിയെ കൊണ്ട് പീഡിപ്പിച്ചതാണ്. സൂര്യനെല്ലി കേസ് ഉണ്ടായപ്പോഴും ഒരുപാട് പേർ ചോദിച്ചാണ്, ബസ്സിൽ കൊണ്ടുപോയില്ലേ, അവിടെ വെച്ച് രക്ഷപ്പെട്ടുകൂടായിരുന്നോ, പല സ്ഥലങ്ങളിൽ പല സ്ഥലത്ത് കൊണ്ടുപോയില്ലേ, രക്ഷപ്പെട്ടുകൂടായിരുന്നോ? ഇത് അങ്ങനെയൊന്നുമല്ല. ഇത് അതിനേക്കാളും പെൺകുട്ടി വിശ്വസിക്കുകയാണ്, അയാൾ നാളെ വിവാഹം കഴിക്കുമെന്ന് വിശ്വസിക്കുകയാണ്, അല്ലെങ്കിൽ അയാളെ ഭീഷണിപ്പെടുത്തി നിർത്തുകയാണ്. അങ്ങനെയൊക്കെയുള്ള ഘട്ടത്തിൽ പലരും പല തീരുമാനമെടുക്കും. ആ സമയത്ത് അവരുടെ മാനസികാവസ്ഥയെ കുറിച്ച് അറിയാൻ കഴിയില്ല. അതല്ല വിഷയം. ഒരു വട്ടമാണോ 1000 വട്ടമാണോ എന്നുള്ള വിഷയമേ അല്ല. ഒരു മിനിറ്റ്, ആ പെൺകുട്ടി 1ാം പരാതി കൊടുത്തു 3 മാസം മുമ്പ്, കൊടുത്തില്ലേ? ഇല്ല, ആദ്യമായിട്ടാണ് പരാതി കൊടുക്കുന്നത്. ഈ വോയിസ് പുറത്ത് എത്ര മാസം മുമ്പായിരുന്നു? വോയിസ് പുറത്ത് വന്ന പെൺകുട്ടി അല്ലല്ലോ. പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് വോയിസ് മറ്റു പലർക്ക് കിട്ടി, അങ്ങനെയൊക്കെയല്ലേ വോയിസ് പുറത്തു വന്നത്. അല്ലാതെ പെൺകുട്ടി പരാതി കൊടുക്കുന്ന ആദ്യമായിട്ടാണ്. ആ പെൺകുട്ടിയുടെ പ്രതീക്ഷ ഇയാൾ വിവാഹം കഴിക്കും, ഇയാൾ പറഞ്ഞ വാക്ക് പാലിക്കുമെന്നായിരുന്നു വിശ്വാസം. കേരളത്തിലെ സാർ, ശബരിമല വിഷയവും സ്വർണ്ണക്കൊള്ളയും എല്ലാം കത്തി നിൽക്കുന്ന സമയത്ത് CPM-ന്റെ ഒരു ചാനലായിക്കൂടെ ന്യൂസ് 18 ഒരിക്കലും പെരുമാറരുത്. നിങ്ങൾ സ്വതന്ത്രമായി ചിന്തിക്കൂ. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. നിങ്ങൾ മാധ്യമ പ്രവർത്തനം എടുക്കൂ സാർ. അന്തസ്സായിട്ട് അഭിമാനമായിട്ട് നിങ്ങൾ മാധ്യമ പ്രവർത്തനം എടുക്കൂ സാർ.
അത്ര എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ അന്തസ്സായിട്ട് ഞങ്ങൾ അന്തസ്സായിട്ട് തന്നെയാണ് മാധ്യമപ്രവർത്തനം നടത്തുന്നത്. ഈ വിഷയത്തിൽ പുറത്തു വന്ന വിവരങ്ങൾ തന്നെയാണ് ഞങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത്. ഇത്ര മെഴുകണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട് സാർ. മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് കേസ് ഒതുക്കുന്നല്ല. ഇപ്പോഴത്തെ വിഷയം എന്താ? ശബരിമല കൊള്ള, വിലക്കയറ്റ്, എന്തെല്ലാം കാര്യം ചർച്ച ചെയ്യാണ്ട് സാർ. ചർച്ച ചെയ്യുന്നുണ്ടോ? ശബരിമലയിലെ വിഷയം കഴിഞ്ഞ ഇതുണ്ടായ ഒരു 3-4 ആഴ്ചയായി എത്രയെങ്കിലും തവണ ഞങ്ങളുടെ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്തിരിക്കുന്നു, പൊതുവേദി ചർച്ച ചെയ്തിരിക്കുന്നു, ഇതെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിരന്തരം മെനഞ്ഞാന്നടക്കം ചർച്ച ചെയ്ത് ശബരിമല വിഷയമാണ് ചർച്ച ചെയ്തത്. അല്ലാതെ ശബരിമല വിഷയമുള്ളതുകൊണ്ട് ഒരു പെണ്ണിന്റെ മാനത്തിന് വില പറഞ്ഞാൽ അതിന് നേരെ ഒരാൾ നിന്ന് കൊഞ്ഞണം കുത്തി കാണിച്ചു കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾ മിണ്ടില്ല എന്ന് പറയാൻ മാത്രം മണ്ടന്മാരല്ല ഞങ്ങൾ. താങ്കൾക്ക് അങ്ങനെ ന്യായീകരിക്കേണ്ട കാര്യം കാണും. തെറ്റിയെങ്കിൽ ശിക്ഷിക്കപ്പെടുന്നെങ്കിൽ ഞങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുകയും ചെയ്യും. ചർച്ച ചെയ്തോളൂ. പക്ഷെ എന്താണ് കുഴപ്പം? സാർ, നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. അത് എന്റെ കുടുംബത്തിനായാലും താങ്കളുടെ കുടുംബത്തിനായാലും എല്ലാവർക്കും അല്ലേ? ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വ്യക്തം.